സഞ്ജുവിലെ കാണുന്നു. ശ്രീ എം വി സഞ്ജു, ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ താങ്കൾ പറയുന്ന എന്താണ് പ്രൊവോക്ക് ചെയ്ത് വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസറിൽ ഒരുപാട് അഴിമതി ആരോപണങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. താങ്കൾ ആ വില്ലേജ് ഓഫീസറോട് പറഞ്ഞത് ഓഫീസിൽ കയറി വെട്ടുമെന്നാണ് പറഞ്ഞത്. അത് തിരുത്തപ്പെടേണ്ട ഒരു പ്രസ്താവനയായി പോയില്ലേ സഞ്ജു? ഞാൻ ചർച്ചയിൽ ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്, വില്ലേജ് ഓഫീസർ എന്നോട് സംസാരിച്ചത് 4 മിനിറ്റിലധികമാണ്. ആ 4 മിനിറ്റിലധികം സംസാരിച്ച സംഭാഷണം പൂർണ്ണമായി കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളത്. ശ്രീ എം വി സഞ്ജു 4 മിനിറ്റോ ആയിക്കോട്ടെ 5 മിനിറ്റ് ആയിക്കോട്ടെ, അത് മുഴുവൻ എന്തോ ആയിക്കോട്ടെ, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ കേൾക്കുന്നത് എന്താണ്? കേൾക്കുന്നത് നികുതി അടക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഞാൻ പറയില്ല വില്ലേജ് ഓഫീസർ ടോൺ ശരിയായ ടോണാണെന്ന് ഞാൻ പറയില്ല. ഓരോ മനുഷ്യർക്കും ഓരോ രീതി ഉണ്ടല്ലോ. ആ ടോൺ ശരിയല്ല എന്ന് പറയുമ്പോൾ തന്നെ ഓഫീസിൽ കയറി വെട്ടും എന്ന് പറയാനുള്ള അവകാശം താങ്കൾക്കുണ്ടോ ശ്രീ എം വി സഞ്ജു? അത് ശരിയാണോ? അത് തിരുത്തപ്പെടേണ്ടതല്ലേ? നികുതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ല അങ്ങനൊരു സംഭാഷണം ഉണ്ടായത്. നികുതിയുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ നാളെ അടയ്ക്കാം എന്ന് പറയാൻ തുടങ്ങി എന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ നിൽക്ക് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായ സംസാരമാണ് അവിടെ നടന്നിരിക്കുന്നത്. ആ ഏകപക്ഷീയമായ സംസാരത്തിലുണ്ടായ കാര്യത്തിൻ്റെ അടുത്ത് നികുതി അടയ്ക്കാമെന്ന് പറഞ്ഞാൽ ചർച്ച അവിടെ തീർന്നു, സംഭാഷണം അവിടെ അവസാനം. ശരി, നാളെ അടയ്ക്കുമോ മറ്റന്നാൾ അടയ്ക്കുമോ, 31-ന് മുമ്പ് അടയ്ക്കണേ, അല്ലെ ശനി ഞായർ അവധിയാണ് അതിന് മുമ്പ് അടയ്ക്കണമേ, അവിടെ തീർന്നു വിഷയം. അതിനെ റെക്കോർഡ് ചെയ്തുകൊണ്ട് നികുതി അടയ്ക്കുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. നമ്മൾ സർക്കാരിന് കൊടുക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലേ? നികുതി അടയ്ക്കേണ്ടതാണ്. ആരും വിളിക്കാതെ തന്നെ നികുതി അടയ്ക്കേണ്ടതാണ്. താങ്കളോട് വിളിച്ച് ചോദിക്കുന്ന നികുതി താങ്കൾ നേരത്തെ അടയ്ക്കേണ്ട കുടിശ്ശിക നികുതിയാണ് അല്ലേ? അപ്പോൾ ഈ വില്ലേജ് ഓഫീസർ പറയുന്നു താങ്കൾ നേരത്തെയൊക്കെ പറയുമ്പോഴേക്കും പിന്നെ അടയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി അതിൽ സമയം തരാൻ കഴിയില്ല. ശരിയാണ്, ഞാൻ പിന്നെയും പറഞ്ഞു വില്ലേജ് ഓഫീസർ ടോൺ ശരിയല്ല. താങ്കൾ അങ്ങോട്ടേക്ക് ചോദിക്കുകയാണ് എവിടെയാണ് വീട്, നാടെവിടെയാണ് എന്ന പ്രൊവോക്കേഷൻ തുടങ്ങുന്ന താങ്കളല്ലേ സഞ്ജു? നാടെവിടെയാണ് എന്ന പ്രൊവോക്കേഷൻ തുടങ്ങുന്ന താങ്കളല്ലേ? അല്ലല്ല, പ്രകോപനം അത് ഇതിനിടയിൽ കുറേ സംഭാഷണം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൽ കുറേ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതെന്തൊക്കെയായിരുന്നു? പ്രകോപനം തുടങ്ങിയത് ഞാനല്ല. നികുതി വിളിച്ചപ്പോൾ തന്നെ നികുതി അടയ്ക്കാം എന്ന് ഞാൻ പറഞ്ഞു. ആ പ്രൊവോക്കേഷൻ അടയ്ക്കാന്ന് പറഞ്ഞാൽ നാളെ മറ്റന്നാളോ ഇനി അടച്ചേക്കണേ എന്ന് പറഞ്ഞാൽ മതി. അല്ല, ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും സംസാരത്തിന് ഓരോ രീതി ഉണ്ടല്ലോ. താങ്കളുടെ അപേക്ഷാ സ്വഭാവത്തിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യപ്പെടാം. അതല്ല, അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥ പവർ വെച്ചിട്ട് നാളെ അടയ്ക്കണം എന്ന് പറയാനുള്ള അവകാശം ആ ഉദ്യോഗസ്ഥനുണ്ട്. അത് ഓരോരുത്തരുടെയും പ്രൊറോഗേറ്റീവാണ്. ഏത് രീതിയിൽ സംസാരിക്കണം, വിനയത്തോടെ നാളെ അടച്ചേക്കണേ എന്ന് വേണേൽ പറയാം, നാളെ അടച്ചേ പറ്റൂ എന്ന് പറയാം. നാളെ അടച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ താങ്കൾ ചോദിക്കുന്നത് അടച്ചില്ലെങ്കിലോ എന്നാണ് ചോദിക്കുന്നത്. താങ്കൾ അവിടുത്തെ CPM ഏരിയ സെക്രട്ടറി അല്ല, ഒരു സാധാരണ പൗരനാണെങ്കിൽ ഇപ്പം എന്നോട് എൻ്റെ വില്ലേജ് ഓഫീസർ നികുതി അടക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് തിരിച്ചു ചോദിക്കാൻ പറ്റുമോ? സാറേ അടച്ചില്ലെങ്കിലോ എന്ന് ഞാൻ ചോദിക്കാൻ പറ്റുമോ? താങ്കൾ അവിടെ CPM എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്ന അല്ല ശ്രീ സഞ്ജു, അടച്ചില്ലെങ്കിലോ എന്ന് തിരിച്ചു ചോദ്യം താങ്കൾക്ക് ചോദിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? താങ്കളുടെ അവിടുത്തെ സംഘടനാ ബലം കൊണ്ടല്ലേ ശ്രീ എം വി സഞ്ജു? തെറി വിളിച്ചുകൊണ്ട് ഓഫീസിൽ കയറി വെട്ടും എന്ന് താങ്കൾ പറയുന്നത് താങ്കൾക്ക് അവിടുത്തെ സംഘടനാ ബലം കൊണ്ടല്ലോ എന്ന് ചോദിച്ചത് സംഭാഷണത്തിന്റെ ഒരു 2 മിനിറ്റുകൾക്ക് ശേഷമാണ്. ആദ്യ കോളിൽ തന്നെ ഞാൻ നാളെ അടയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ബോധപൂർവം ഈ നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഒരാളാണ് CPM-ന്റെ നേതാവെന്ന് വരുത്തി തീർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്തുകൊണ്ട് അത് മാധ്യമങ്ങൾക്ക് കൊടുത്തുകൊണ്ട് പൊതുസമൂഹത്തിൽ CPIM-നെയും എന്നെയും അപകീർത്തിപ്പെടുത്തണമെന്ന വ്യക്തമായ ഉദ്ദേശം ആരുടെയൊക്കെ ഗൂഢാലോചനയുടെ ഭാഗമായി ഈ വില്ലേജ് ഓഫീസർക്കുണ്ടായിരുന്നു. അതല്ലെങ്കിൽ ആദ്യ കോളിൽ തന്നെ പാർട്ടിക്ക് അപകീർത്തി ഉണ്ടാക്കിയത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന താങ്കളല്ലേ? 3 വർഷമായ നോട്ടീസ് കാണിക്കണം. ഞാൻ ചോദിക്കുന്നത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി താങ്കളല്ലേ പാർട്ടിക്ക് അപകീർത്തി ഉണ്ടാക്കി? ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു ബാക്കി എല്ലാം മാറ്റിവെച്ചാലും ഓഫീസിൽ കയറി എന്ത് പ്രൊവോക്കേഷൻ അടിസ്ഥാനത്തിലും ഒരാളും പറഞ്ഞുകൂടാത്ത ഹിംസയാണ് താങ്കൾ എനിക്കറിയാം. താങ്കൾ ഓഫീസിൽ കയറി വെട്ടാൻ വേണ്ടി പറയുന്നതല്ലെന്ന് എനിക്കറിയാം. എങ്കിൽ കൂടിയും ഓഫീസിൽ കയറി വെട്ടും എന്ന താങ്കളുടെ ശബ്ദത്തിൽ, ആ ശബ്ദം പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ, അത് CPM-ന് നാണക്കേടുണ്ടാക്കുന്ന പശ്ചാത്തലത്തിൽ ആ പറഞ്ഞ വാക്ക് മാത്രം ഞാൻ പിൻവലിക്കുന്നു എന്ന് താങ്കൾ പറയേണ്ടതല്ലേ സഞ്ജു? ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാവ് എന്നുള്ള നിലയ്ക്ക് താങ്കൾ അത് പറയാൻ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണത്?
അങ്ങനെയൊന്നും അങ്ങനെയല്ല. ആ 4 മിനിറ്റ് സമയത്തെ സംഭാഷണത്തിൻ്റെ ഭാഗമായി സംസാരിച്ചതാണ്. ആ 4 മിനിറ്റ് ഭാഗത്തെ സംഭാഷണം നാട്ടിലെ എല്ലാവരും കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് ജനം വിലയിരുത്തിക്കോളും. ഇല്ല, 40 മിനിറ്റ് കേട്ടാലും ഓഫീസിൽ കയറി വെട്ടുമെന്ന് പറയുന്നത് ശരിയാണെന്ന് ആര് പറയുമെന്നാണ് ആളുകൾ മുഴുവൻ പറഞ്ഞത് എന്താ? ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ഇല്ല ശ്രീ എം വി സഞ്ജു, ഇനി 40 മിനിറ്റ് കേട്ടാലും നികുതി പിരിക്കുന്നത് ഇങ്ങനെയാണോ? 40 മിനിറ്റ് കേട്ടാലും ഓഫീസിൽ കയറി വെട്ടുമെന്ന് ഹിംസ പറയുന്നത് ശരിയാണെന്ന് ആര് പറയുമെന്നാണ്? അത് ആര് പറയുമെന്നാണ്? നമ്മുടെ കാലത്തിന് ചേർന്ന വർത്തമാനമാണോ അത്? അല്ല, 4 മിനിറ്റ് സംഭാഷണം കേൾക്കട്ടെ. കേട്ട് കഴിയുമ്പോഴല്ല ജനം അത് സംബന്ധിച്ച് വിലയിരുത്താൻ കഴിയുള്ളൂ. ശ്രീ എം വി സഞ്ജു, 40 മിനിറ്റ് ആയിക്കോട്ടെ. ഇനി ആ വില്ലേജ് ഓഫീസർ താങ്കളെ എന്തും പറഞ്ഞു വന്നിരിക്കട്ടെ. ഇനി ആ താങ്കളും വില്ലേജ് ഓഫീസർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വാക്പോരുണ്ടായി എന്നിരിക്കട്ടെ. വില്ലേജ് ഓഫീസർ ധാർഷ്ട്യം കാണിച്ചു വന്നിരിക്കട്ടെ. താങ്കൾക്ക് പറയാൻ അവകാശമുണ്ടോ ശ്രീ എം വി സഞ്ജു? ഓഫീസിൽ കയറി വിട്ടും മായർത്തുള്ള തെറി വിളിക്കാൻ അവകാശമുണ്ടോ? അത് തെറ്റിപ്പോയി അങ്ങ് പറയണ്ടേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിയാത്ത ശ്രീ എം വി സഞ്ജു? ഞാൻ പറയുന്നത് തെറ്റിപ്പോയെന്ന് പറയാൻ പറ്റത്തില്ല. ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് പ്രകോപിതനാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടോണ്ടിരിക്കാനൊന്നും കഴിയത്തില്ല. വില്ലേജ് ഓഫീസർ ഒരു ഗവൺമെന്റ് ഏത് ലെവലിൽ പ്രകോപിതനായാലും പൊതുജനത്തോട് പെരുമാറേണ്ട ഒരു രീതിയുണ്ട്. ശരി, കരം പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങളും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായി കരം പിരിച്ചെടുക്കണം. അതല്ലാതെ ഗുണ്ടകളും ബ്ലേഡ് മാഫിയ സംഘങ്ങളും ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ അപമാനിക്കത്തക്ക തരത്തിലേക്ക് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് CPIM-ന്റെ പ്രവർത്തകനോ നേതാവായോ ഇരുന്ന് കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസർ അല്ല ആര് വിളിച്ചാലും അങ്ങനെ കേട്ടിരിക്കാനൊന്നും കഴിയത്തില്ല. ഞാൻ പറഞ്ഞ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം ഉദ്യോഗസ്ഥ താൻ പോരുമയും ഉദ്യോഗസ്ഥർ പൗരന്മാരും മിണ്ടേണ്ട രീതിയിലല്ല ഞാൻ കൂടെ നിൽക്കാം ശ്രീ എം വി സഞ്ജു. പക്ഷെ പ്രശ്നം എന്താണ്? പക്ഷെ പ്രശ്നം താങ്കളുടെ അങ്ങേയറ്റം വാവിട്ട് പോയൊരു വാക്കാണ്. അത് ഓഫീസിൽ കയറി വിട്ടുവെന്ന് പറയാനാണ്. അത് അങ്ങേക്ക് പറയാനുള്ള അവകാശമില്ല. അത് മാത്രം തിരുത്തിക്കൂടെ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതങ്ങ് തിരുത്താൻ തയ്യാറല്ലാത്ത എന്തുകൊണ്ടാണ് ശ്രീ എം വി സഞ്ജു? അത്ര ഈഗോ ആവശ്യമുണ്ടോ? അത് എന്നെ പ്രകോപിപ്പിച്ചതിന്റെ ഭാഗമായി ഉണ്ടായ സംഭാഷണമാണ്. അദ്ദേഹത്തെ വെട്ടാൻ വേണ്ടി പറഞ്ഞതല്ലെന്ന് ഈ 2 ദിവസമായി ഈ വന്ന ചാനലുകളോടും എല്ലാം ഞാൻ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ശരി താങ്കൾ തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സംഭാഷണത്തിന്റെ ഭാഗമാണത്. അല്ല, അങ്ങനെ ഉണ്ടായിക്കൂടാ. 2 ആളുകൾ തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ ഞാൻ നിന്നെ വീട്ടിൽ കയറി വെട്ടും എന്ന് പറയാവോ? ഇപ്പൊ ഞാനാണത് പറഞ്ഞെങ്കിൽ ഞാൻ അകത്ത് കിടക്കില്ലേ? എം വി സഞ്ജു, ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥരോട് പറയുകയാണ് നിന്നെ വീട്ടിൽ കയറി വെട്ടും എന്ന് ഞാൻ പറഞ്ഞ അകത്ത് കിടക്കില്ലേ? ഞാൻ ഇവിടെ ഇരിക്കുവോ? താങ്കൾ അകത്ത് കിടക്കാത്തത് താങ്കളായതുകൊണ്ടാണ് എം വി സഞ്ജു. താങ്കൾ ഇപ്പോൾ അകത്ത് കിടക്കാത്തത് താങ്കളായതുകൊണ്ടാണ്. താങ്കൾ CPM നേതാവായതുകൊണ്ടാണ്. ഞാനും അകത്ത് കിടക്കാൻ റെഡിയാണ്. അല്ല, അദ്ദേഹം കേസുമായിട്ട് മുന്നോട്ട് പോകട്ടെ. കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ എന്നെ താങ്കൾക്ക് നന്നായി അറിയാം. കേസുമായി മുന്നോട്ട് നടത്തി റെക്കോർഡ് ചെയ്ത് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ടയിൽ ഒരു പരിപാടിക്കിടയിൽ അവതാരകൻ ഇതുപോലെ അദ്ദേഹം കേസ് കൊടുക്കട്ടെ. നിങ്ങൾ ചേർന്ന് കേസെടുക്കണമെന്നുണ്ടെങ്കിൽ കേസെടുത്തോട്ടെ. ഭാഗമായി ജയിലിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ ജയിലിൽ കിടക്കാൻ തയ്യാറാണ്. അതിനകത്ത് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല. ശ്രീ എം വി സഞ്ജു, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഭാഗമായി ജയിലിൽ പോയിക്കൊള്ളാമെന്ന് അഭിമാനത്തോടെ പറയല്ലേ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഓഫീസിൽ കയറി വിട്ടു എന്ന് പറഞ്ഞ അടിസ്ഥാനം ജയിലിൽ പോകുന്ന പറയുന്നത് അത് അഭിമാനമല്ല, അപമാനം ഉണ്ടാക്കേണ്ട കാര്യമാണ്. ഇയാൾ പരാതി കൊടുക്കില്ല. നേരത്തെ അവിടെ ഒരു പരിപാടിയുടെ അവതാരകൻ ബിനു കെ സാം എന്ന് പറഞ്ഞ അവതാരകൻ വേദിയിൽ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മർദ്ദിച്ചു. അദ്ദേഹം പരാതി കൊടുത്തോ? ഇല്ല. എന്തുകൊണ്ടാണ്? പേടിയാണ് പരാതി കൊടുക്കാൻ. അത് മർദ്ദിച്ചു എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. നിങ്ങളെപ്പോൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഒരാളും കണ്ടില്ല. എവിടെ വെച്ച് മർദ്ദിച്ചു? ആര് മർദ്ദിച്ചു? അതിനും ഇതുമായിട്ടൊന്നും കൂട്ടി കണക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിലും ആരോപണം താങ്കളാണ്. കാണാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് സാറേ, ശ്രീ എം വി സഞ്ജു, ഇതിപ്പോ ടെലിഫോൺ കോൾ റെക്കോർഡ് പുറത്തു വന്നത് കാരണം താങ്കൾ ഓഫീസിൽ കയറി വെട്ടിയെന്ന് പറഞ്ഞു താങ്കൾ സമ്മതിക്കുന്നു? ഇല്ല, താങ്കൾ സമ്മതിക്കുമോ? ഇത് കോൾ റെക്കോർഡ് പുറത്തു വന്നത് കാരണം ഓഫീസിൽ കയറി വെട്ടും എന്ന് പറഞ്ഞു താങ്കൾ സമ്മതിക്കുന്നു? അറിയാവുന്ന ആളുകൾക്ക് ഇത് കോൾ റെക്കോർഡ് ഇല്ല ഉദ്യോഗസ്ഥർ പറയണെന്ന് പറഞ്ഞു താങ്കൾ സമ്മതിക്കില്ലല്ലോ? ഓഫീസർ ജോലി ചെയ്ത സ്ഥലത്തെ ജനങ്ങൾക്കാകെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ട്. വെറുതെ പറയുന്നതല്ല. എന്താണ് വില്ലേജ് ഓഫീസർ അഴിമതി കേസിൽ സസ്പെൻഷൻ കഴിഞ്ഞ് ആ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് വന്ന് ജോയിൻ ചെയ്തത് ഈ പഞ്ചായത്തിലാണ്, ഈ വില്ലേജിലോട്ടാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ അറിയാവുന്ന ആളുകൾ ആരും അദ്ദേഹത്തെ ന്യായീകരിക്കില്ല. സസ്പെൻഷൻ ഉത്തരവ് താങ്കൾ കണ്ടോ? സസ്പെൻഷൻ ഉത്തരവ് താങ്കൾ കണ്ടോ കളക്ടറുടെ? സസ്പെൻഷൻ ഉത്തരവുമായിട്ടല്ല ഞാൻ ഇപ്പോൾ സ്റ്റുഡിയോയുടെ മുമ്പ് ഇരിക്കുന്നത്. ഞാൻ അങ്ങ് അയച്ചു തരാം. കൈക്കൂലി കേസിലാണ് സസ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഒന്നാമത്തെ കാരണമായി അത് പറയണ്ടേ ശ്രീ എം വി സഞ്ജു? ഇതെന്തോ പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിച്ചു എന്നാ പറയുന്നത് കളക്ടറുടെ ഉത്തരവിൽ, സസ്പെൻഷൻ ഉത്തരവിൽ. ആ കളക്ടറുടെ വാക്കുകളൊന്ന് കേൾക്കാം. പ്ലേ ആവോ?
അത് അദ്ദേഹത്തിനെതിരെ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പബ്ലിക് തന്നെ ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിത്ത് പ്രൂഫ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ RDO അന്വേഷിച്ചപ്പോൾ RDOയുടെ അടുത്തും അന്നത്തെ ഉണ്ടായിരുന്ന RDOയുടെ അടുത്തും അദ്ദേഹം മോശമായ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടും RDOയുടെ ഒരു അന്വേഷണ റിപ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതെന്നുള്ളത്. കൈക്കൂലി അത് നമുക്കിപ്പോൾ ഇപ്പോഴും അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എൻക്വയറി അണ്ടർ പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അതെന്താണ് പ്രാഥമികമായ രീതിയിൽ സസ്പെൻഡ് ചെയ്തു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. തെളിഞ്ഞിട്ടില്ല. അത് വിത്ത് പ്രൂഫാണ്. മറ്റേവർ അതിൻ്റെ അപ്പോൾ അവരുടെയും സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എടുക്കാനുണ്ട്. എടുത്ത ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം എന്തോ ഫോർഗോട്ട് ആക്ച്വലി എന്തോ ഒരു സംഭവത്തിന് വേണ്ടി സർട്ടിഫിക്കറ്റോ അങ്ങനത്തെ കാര്യത്തിന് വേണ്ടി പൈസ കത്തിച്ചു. അത് RDO പറഞ്ഞതാണ്. അതെച്ചാൽ അങ്ങനെ അവിടെ ചുറ്റുവട്ടത്തിട്ട് സാധനങ്ങൾ കത്തിക്കുന്നു, മറ്റ് മുകളിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള രീതിയിലും. അല്ലാതെ തന്നെ തൊട്ടടുത്തുള്ളൊരു സ്ത്രീയാണ് പരാതി വന്നിരിക്കുന്നത്. CR നീലകണ്ഠൻ, നമ്മൾ ആരോട് വിളിച്ച് ചോദിച്ചാലും ഈ സംഭവത്തിന് ശേഷം ഈ ഉദ്യോഗസ്ഥൻ മഹാമോശക്കാരനായ ഉദ്യോഗസ്ഥനാണെന്നാണ് ഫീഡ്ബാക്ക് കിട്ടുക. എന്നാൽ ഈ പറയുന്ന ആൾക്കാരോട് എന്താണ് അദ്ദേഹത്തിനെതിരെയുള്ള മോശമായ നടപടി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കേസുകളുണ്ട്, എന്താണ് കൃത്യമായ കേസുകൾ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഈ കളക്ടർക്കും അറിയില്ല. എന്ന് പറഞ്ഞാൽ കൈക്കൂലി ആരോപണത്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പുള്ളിക്ക് ഓർമ്മയില്ല. ഞാൻ സസ്പെൻഷൻ ഉത്തരവെടുത്തപ്പോഴത്തേക്ക് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് പത്തനംതിട്ട ജില്ലാ റവന്യൂ എസ്റ്റാബ്ലിഷ്മെന്റ് ഉൾപ്പെട്ട അടൂർ താലൂക്കിലെ അങ്ങാടിക്കൽ വില്ലേജ് ഓഫ് ശ്രീ ജോസഫ് ജോർജ് എന്നിവർക്കെതിരെ അടൂർ താലൂക്കിൽ ചന്ദനപ്പള്ളി എണ്ണശ്ശേരിയിൽ ശ്രീമതി ചിന്നമ്മ എബ്രഹാം വായന പ്രകാരം അടൂർ പരാതി കക്ഷി ഉടമസ്ഥയിൽപ്പെട്ട 2 കടമുറികളിൽ നിലവിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന അങ്ങാടിക്കൽ വില്ലേജ് ഓഫീസിൽ ഉപയോഗശൂന്യമായ പേപ്പറുകൾ വില്ലേജ് ഓഫീസർ ശ്രീ ജോസഫ് ജോർജ് ഇട്ട് കത്തിച്ചു എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാരണമായിട്ടാണ് പറയുന്നത്. പിന്നെ തുടർച്ച കൈക്കൂലിയുടെ എന്തൊക്കെയോ അവ്യക്തമായ വേഗമായ കുറേ കാര്യങ്ങൾ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. ആർക്കും ഇയാൾക്കെതിരെയുള്ള പരാതിയുടെ ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഉദ്യോഗസ്ഥ മഹാമോശക്കാരനാണ്, അതെല്ലാവരും പറയും.